ക്രിസ്റ്റി രക്ഷപ്പെടണമെങ്കിൽ SP ജോസഫ് വടക്കൻ തെക്കോട്ട് നോക്കിയിരിക്കണമെന്ന സുരേഷ് ഗോപിയുടെ വിശ്വവിഖ്യാത ഡയലോഗ് കിടപിടിക്കും വിധമാണ് പുതിയ കോൺഗ്രസ് ആഫീസിലെ അവസ്ഥ. കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും ട്രാക്കിലെത്തിക്കാൻ KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് അധികാരമേറ്റെടുത്ത ഉടൻ മുൻ പ്രസിഡന്റ് സുധാകരൻ തെക്ക് വശം ചേർത്തിട്ടിരുന്ന ആ പ്രസിഡന്റ് കസേര വടക്കോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. മേപ്പടിയാന്റെ വിചാരം കസേരയുടെ ദിശ മാറ്റിയ പാർട്ടിയുടെ രാശി മാറുമെന്നായിരിക്കും. ഇതിൽ മറ്റൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ഇതുപോലെ കസേരയുടെ ദിശ മാറ്റി തുടങ്ങിയ മുൻ പ്രസിഡന്റുമാരെല്ലാം ഇപ്പൊ തെക്കോട്ട് നോക്കി ഒരേ ഇരിപ്പാണ്. ഉദാഹരണത്തിന് നമ്മുടെ ചെന്നിത്തലയെ തന്നെ എടുക്കാം. 9 വർഷം വടക്കോട്ട് നോക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇരിപ്പ്. ഇപ്പൊ തെക്കേത് പടിഞ്ഞാറേത് എന്ന് പോലും അറിയാതെ സ്വപ്നത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായി നടക്കുകയാണ്. ചെന്നിത്തലയുടെ മറപിടിച്ചെത്തിയ VM സുധീരനും വടക്ക് ദിശ തന്നെ പിടിച്ചു. പക്ഷെ TR ഇപ്പൊ ചിത്രത്തിൽ തന്നെ ഇല്ല. പിന്നെ നമ്മുടെ മുല്ലപ്പള്ളി, പുള്ളി പിന്നെ കസേരയുടെ ദിക്കൊന്നും നോക്കിയില്ല, പകരം കെട്ടിടം തന്നെ മാറിയിരുന്നു. ഇപ്പൊ ഏകദേശം സൈഡായിട്ടുണ്ട്. ശേഷമാണ് പിണറായി വിജയനെ അധികാര ഭ്രഷ്ടനാക്കാൻ കണ്ണൂർ സിംഗം കുമ്പക്കുടി സുധാകരന്റെ രംഗപ്രവേശനം. ആദ്യമൊക്കെ പുള്ളിയും വടക്ക് തന്നെ പിടിച്ചെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ച മുന്നിൽ കണ്ട് അദ്ദേഹം വടക്ക് വിട്ട് കിഴക്കോട്ടായി. ഇപ്പൊ പുള്ളിക്കും കീഴേത് കിഴക്കേത് എന്നറിയാതെ വായി തോന്നുന്നത് പൊറപ്പിക്കൊണ്ട് നടക്കുകയാണ്. ചുരുങ്ങിയ സമയത്തേക്കെങ്കിലും MMS പ്രസിഡന്റ് കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹവും വടക്കോട്ടാണ് ഇരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, വടക്ക് ഭാഗത്തിരുന്നവരും തെക്ക് ഭാഗത്തിരുന്നവരും മത്സരിച്ച് ശ്രമിച്ചിട്ട് പോലും പിണറായിയുടെയും LDFന്റെയും രോമത്തി തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ജോസഫ് വടക്കൻ വടക്കോട്ട് നോക്കി ഇരുന്നിട്ടും ക്രിസ്റ്റി പൊടിയും തട്ടിപ്പോയെന്ന് ചുരുക്കം. പ്രശ്നം കസേരയുടെ ദിശയല്ല, നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ പ്രസിഡന്റുമാർക്കൊപ്പം മൂളയുള്ള ആരുമില്ല എന്നത് തന്നെയാണ്. സണ്ണിക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കണ്ടു.